നിരവധി മാറ്റങ്ങളുമായിട്ടാണ് iQOO എന്ന സ്മാർട്ട് ഫോണിന്റെ പിൻഗാമിയായിട്ടുള്ള iQOO എന്ന ബ്രാൻഡ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇതാണ് iQOO എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ പവർഫുൾ സ്മാർട്ട് ഫോൺ. ചൈനീസ് സംഖ്യാശാസ്ത്ര പ്രകാരം 4 എന്ന നമ്പർ ഒരു ദൗർഭാഗ്യ നമ്പർ ആയതുകൊണ്ടാകണം OnePlus 14 ഇല്ലാത്തതുപോലെ ഇവിടെ iQOO പകരമായിട്ട് iQOO എന്ന ഫോണാണ് ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ബാക്ക് എന്ന് പറയുന്ന ഗ്ലാസ് ബോഡി കൊണ്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷ് ആണ്, അതുകൊണ്ട് തന്നെ ഫിംഗർ പ്രിന്റ് ഒന്നും പതിയത്തില്ല. ഇവിടെ നമുക്ക് iQ എന്ന് എഴുതിയിരിക്കുന്നതായിട്ട് കാണാം. അതുപോലെ മോൺസ്റ്റർ ഇൻസൈഡ് എന്നാണ് ഇവിടെ ഒരു ലോഗോ കൊടുത്തിരിക്കുന്നത്. ഫോണിന് വന്നിരിക്കുന്ന പ്രധാന മാറ്റം എന്ന് പറയുന്നത് പ്രോസസറിലാണ്. നേരത്തെ ഉണ്ടായിരുന്ന iQOO സ്നാപ്ഡ്രാഗൺ 8 Elite എന്ന് പറയുന്ന പ്രോസസർ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ലഭ്യമായ ഏറ്റവും ടോപ്പ് പ്രോസസർ ആയിട്ടുള്ള സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എന്ന പ്രോസസറുമായിട്ടാണ് iQOO എന്ന സ്മാർട്ട് ഫോൺ വരുന്നത്. നമ്മൾ ഇവിടെ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ AnTuTu സ്കോർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കി. 3.79 മില്യൺ ആണ്, അതായത് 3.8 മില്യൺ അടുത്തുള്ള ഒരു AnTuTu സ്കോർ ആണ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. iQ ക്ലെയിം ചെയ്യുന്ന ഒരു AnTuTu സ്കോർ എന്ന് പറയുന്നത് ഏകദേശം 4 മില്യൺ അടുത്താണ്. അത്തരത്തിലുള്ള 4 മില്യൺ അടുത്ത് നിൽക്കുന്ന ഒരു AnTuTu സ്കോർ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മൾ ഇതിന്റെ ഒരു CPU ത്രോട്ട്ലിംഗ് ടെസ്റ്റ് ഇവിടെ നടത്തി നോക്കി. പക്ഷേ ഫോൺ കുറച്ച് സമയം കഴിയുമ്പോഴത്തേക്കും ത്രോട്ടിൽ ചെയ്യുന്നതായിട്ട് കാണാം. ഏകദേശം 55% ആണ് ഈ ഒരു സ്കോറിനകത്ത് കാണിക്കുന്ന റിസൾട്ട്. അതുപോലെ വീണ്ടും ആ ഒരു എത്രയും ത്രോട്ട്ലിംഗ് കണ്ടുകൊണ്ട് തന്നെ ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ട് 47% ആണ്. ഓക്കെ, കുറച്ച് സമയം കുഴപ്പമില്ലാതെ പോകും, പിന്നീട് ഒരു ത്രോട്ട്ലിംഗ് കാണിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു സ്നാപ്ഡ്രാഗൺ 8 Elite Gen 5 എന്ന് പറയുന്ന ഈ ഒരു പ്രോസസർ കുറച്ച് ത്രോട്ട്ലിംഗ് ഇഷ്യൂ ഉള്ള ഒരു പ്രോസസർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് തന്നെയായാലും ഇതൊക്കെ ടെക്നിക്കലായിട്ടുള്ള ബെഞ്ച് മാർക്ക് സ്കോറുകളാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ഫോണിന്റെ പെർഫോമൻസ് എങ്ങനെ എന്നുള്ളത് അത് പ്രാക്ടിക്കലി നമ്മൾ ഇതിനകത്ത് ഗെയിം കളിച്ച് നോക്കുമ്പോൾ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് ഗ്രാഫിക്സ് സ്മൂത്തിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രെയിം റേറ്റ് അൾട്രാ എക്സ്ട്രീം, അതായത് 120 FPS ഗെയിം പ്ലേ സാധ്യമാണ്. ലാഗ് ഇഷ്യൂസ് ഒന്നുമില്ല, വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് തന്നെയാണ് കിട്ടുന്നത്. ഒരു തരത്തിലുള്ള ഫ്രെയിം ഡ്രോപ്പോ കാര്യങ്ങളോ അങ്ങനെയുള്ള ഇഷ്യൂസ് ഒന്നുമില്ല. നിങ്ങൾക്ക് ഈ ഗെയിം പ്ലേ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ബട്ടറി സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഗെയിം പ്ലേ തന്നെയാണ് ഈ ഒരു ഡിവൈസ് സമ്മാനിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ഡിവൈസിൽ BGMI ആണ് എക്സ്പീരിയൻസ് ചെയ്തത്. BGMIയുടെ എല്ലാ മാപ്പിലും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള പെർഫോമൻസ് തന്നെയാണ് തരുന്നത്. മാത്രമല്ല ഗെയിമിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ഇത്തരത്തിൽ നിരവധി ഓപ്ഷൻസും ഈ ഒരു ഡിവൈസിനകത്ത് നമുക്ക് നൽകിയിട്ടുണ്ട്. iQOO എന്ന സ്മാർട്ട് ഫോണിൽ ഉണ്ടായിരുന്ന കാര്യമായിട്ടുള്ള ഒരു കുറവെന്ന് പറയുന്നത് വയർലെസ് ചാർജിംഗ് ഇല്ലായിരുന്നു എന്നതാണ്. എന്നാൽ ആ ഒരു കുറവ് പരിഹരിച്ചുകൊണ്ട് iQOO 40 വാട്ടിന്റെ വയർലെസ് ചാർജിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ഈ ഒരു ഫ്രെയിം എന്ന് പറയുന്നത് മെറ്റാലിക് ഫ്രെയിം ആണ്. നല്ല വെയിറ്റ് ഉണ്ട് ഫോൺ, ഏകദേശം 220 ഗ്രാം ആണ് ഇത്തവണ ഫോണിന്റെ ഒരു വെയിറ്റ്. 6000 mAh എന്ന ബാറ്ററി കപ്പാസിറ്റി ഇവിടെ iQOO വന്നപ്പോൾ 7000 mAh ആയി വർദ്ധിപ്പിച്ചിട്ടുമുണ്ട്. ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ 6.85 ഇഞ്ചിന്റെ OLED ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോൺ അത് കൊടുത്തിരിക്കുന്നത്. നോക്കി, ഈ ഒരു ബെസലൊക്കെ വളരെ തിൻ ബെസലുകളാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു ചെറിയ കുറവും വരുത്തിയിട്ടുണ്ട്. iQOO 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ട് കൊടുത്തിരുന്നപ്പോൾ iQOO വന്നപ്പോൾ അത് 100 വാട്ടായി കുറച്ചിട്ടുണ്ട്. സെന്റർ പഞ്ച് ഹോൾ ആയിട്ടാണ് സെൽഫി ക്യാമറ കൊടുത്തിരിക്കുന്നത്. 2K റെസൊല്യൂഷൻ ആണ് ഈ ഒരു ഫോണിന് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റും ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. സാംസങ്ങിന്റെ M14 എന്ന OLED പാനലാണ് ഇത്തവണ iQOO എന്ന സ്മാർട്ട് ഫോണിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വരാൻ പോകുന്ന സാംസങ്ങിന്റെ ഗാലക്സി S26 Ultra എന്ന സ്മാർട്ട് ഫോണിലും ഇതേ പാനലായിരിക്കും സാംസങ് ഉപയോഗിക്കുക എന്നാണ് ഇപ്പോൾ അറിയുന്നത്. ഈ ഒരു 144 ഹെർട്സ് എന്ന് പറയുന്ന LTPO റിഫ്രഷ് റേറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 to 144 വേരിയിങ് ആയിട്ടുള്ള റിഫ്രഷ് റേറ്റ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. 144 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ്, LTPO പാനൽ, 2K റെസൊല്യൂഷൻ, ഇവ മൂന്നും കൂടി ചേരുന്ന ഒരു ഡിസ്പ്ലേ ആണ് ഈ ഒരു ഫോണിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡിസ്പ്ലേ തന്നെ iQOO നൽകിയിട്ടുണ്ട്. ബൈ ഡിഫോൾട്ട് ഈ ഒരു സ്മാർട്ട് ഫോൺ നമ്മൾ വാങ്ങുമ്പോൾ അതിന്റെ ആ ഒരു സ്ക്രീൻ റെസൊല്യൂഷൻ വന്നിട്ട് HD റെസൊല്യൂഷനിലായിരിക്കും നിൽക്കുന്നത്. എന്നാൽ നമ്മൾ UHD റെസൊല്യൂഷൻ അല്ലെങ്കിൽ ഹയർ റെസൊല്യൂഷനിലേക്ക് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് മാറേണ്ടതുണ്ട്. ഫോണിന്റെ പീക്ക് ബ്രൈറ്റ്നസ് iQOO 4500 നിറ്റ്സ് ആയിരുന്നുവെങ്കിൽ ഇവിടെ iQOO വരുമ്പോൾ അത് 6000 നിറ്റ്സ് ആയി ഉയർത്തിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ HDR10+ന്റെ സപ്പോർട്ടും ഡോൾബി വിഷന്റെ സപ്പോർട്ടും ഒക്കെ ഈ ഒരു ഡിസ്പ്ലേക്ക് iQOO നൽകിയിട്ടുണ്ട്. ക്യാമറയിലേക്ക് വരുമ്പോൾ മെയിൻ സെൻസറും അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും സെയിം ആണ് ഇവിടെ iQOO നേരത്തെ iQOO പോലെ തന്നെ. എന്നാൽ iQOO 2x ടെലിഫോട്ടോ സെൻസർ മാറ്റി ഇത്തവണ iQOO വരുമ്പോൾ 3x പെരിസ്കോപ്പ് സെൻസർ ആണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. ഈ ഒരു ഫോണിന്റെ ക്യാമറ പെർഫോമൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ക്യാമറ സെൻട്രിക് ഫോണൊന്നും അല്ല. അത് നിങ്ങൾക്കും എനിക്കും അറിയാം. ഈ ഫോൺ എടുക്കുന്നവർ തീർച്ചയായിട്ടും ഇതിന്റെ പെർഫോമൻസും ഇതിന്റെ ഗെയിമിങ്ങിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോൺ എടുക്കുന്നത്. അങ്ങനെ എടുക്കുന്ന ഒരാളെ നിരാശപ്പെടുത്താത്ത തരത്തിലുള്ള ക്യാമറ പെർഫോമൻസ് ആണ് ഈ ഒരു സ്മാർട്ട് ഫോൺ അത് നൽകിയിരിക്കുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതിന്റെ ക്യാമറ കൊള്ളാമോ? കൊള്ളാം, അടിപൊളിയായിട്ടുണ്ട്. എന്നാൽ അതിന്റെ ഡീറ്റെയിലിംഗിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരുപാട് ബെറ്റർ ക്യാമറ ഓപ്ഷൻ ആണ് നോക്കുന്നതെങ്കിൽ ഒരിക്കലും iQOO ഇവരുടെ തന്നെ വിവോയുടെ ഏതെങ്കിലും ഫോൺ എടുക്കുന്നതായിരിക്കും നല്ലത്. വിവോയുടെ ഫ്ലാഗ്ഷിപ്പ് ലെവൽ ക്യാമറ പെർഫോമൻസ് ഒന്നും ഈ ഒരു സ്മാർട്ട് ഫോൺ അത്ര കണ്ട് കാഴ്ച വെക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മൾ ഫോട്ടോകളൊക്കെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നോക്കുമ്പോൾ കുറച്ച് ഒരു സാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോട്ടോസ് ആണ് ലഭിക്കുന്നത്. അതുപോലെ
എടുത്തു പറയേണ്ട കാര്യം ഈ ചില ക്ലൗഡൊക്കെ കാണുമ്പോൾ കുറച്ച് ഓവറായിട്ട് ബ്ലൂ കളർ കയറി വരുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ എടുത്തു പറയേണ്ട ഒരു കാര്യം ലോ ലൈറ്റിൽ മികച്ച ഫോട്ടോകൾ തന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ സമ്മാനിക്കുന്നുണ്ട്. ഫോട്ടോ നമ്മൾ ഇതിനകത്ത് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടു കഴിയുമ്പോൾ അങ്ങനെ കുറ്റം പറയാൻ തോന്നുന്നില്ല, കുഴപ്പമില്ലാതെ ഒരു നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്താണ് തരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഈ പോർട്രേറ്റ് ഫോട്ടോകൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ബൈ ഡിഫോൾട്ട് സെറ്റിംഗ്സ് ഇട്ടെടുക്കുമ്പോൾ തന്നെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് വെളുപ്പിച്ചിട്ടാണ് തരുന്നത്. പക്ഷേ ഗുഡ് ലുക്കിംഗ് ഫോട്ടോകളാണ് തരുന്നത്. അതുപോലെ വീഡിയോ എടുത്ത് നോക്കി വീഡിയോ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫോട്ടോ കുറച്ച് സാച്ചുറേറ്റഡ് ആണെങ്കിൽ ഒരു അല്പം സാച്ചുറേറ്റഡ് ആണെങ്കിൽ വീഡിയോ ഏതാണ്ട് ഒരു നാച്ചുറൽ ലുക്കിലുള്ള കളറാണ് നമുക്ക് വീഡിയോയിൽ ലഭിക്കുന്നത്. ഒട്ടുമേ സാച്ചുറേറ്റഡ് അല്ല. അതുപോലെ വീഡിയോ കുറച്ചും കൂടെ ഒരു കോൺട്രാസ്റ്റ് കൊടുക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ സെൽഫി വീഡിയോകളെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ സെൽഫി വീഡിയോ എടുക്കുമ്പോൾ ഈ ബാക്ക് കാണുന്ന ക്ലൗഡ്സ് ഒക്കെ കണ്ടില്ല, ആക്ച്വലി ആ ക്ലൗഡ് ഒന്നും പ്രോപ്പറായിട്ട് ഇതിനകത്ത് കിട്ടുന്നില്ല. ഒരു വൈറ്റ് ടോണിലങ്ങ് നിൽക്കുന്നേ ഉള്ളൂ. ആ ഒരു HDR ഒന്നും പ്രോപ്പർ അല്ല സെൽഫി. അതുപോലെ സെൽഫി ഫോട്ടോ കുഴപ്പമില്ല, കൊള്ളാം. എന്തായാലും ഇതിന്റെ ക്യാമറ കുറച്ചും കൂടെ ഒന്ന് ട്യൂൺഡ് ആകണമായിരുന്നു എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്ക് മാക്സിമം ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് 8K 30 FPS വീഡിയോകൾ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. സെൽഫി ക്യാമറയിൽ നമുക്ക് 4K 60 FPS വീഡിയോകളും ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ സെൽഫി ക്യാമറയിലും ചെറിയൊരു മാറ്റം വരുത്തിയിട്ടുണ്ട്. iQ13 28mm വൈഡ് ആയിരുന്നു നൽകിയിരുന്നതെങ്കിൽ ഇവിടെ iQ15 വരുമ്പോൾ അത് 21mm ആയി മാറിയിട്ടുണ്ട്. അതായത് കൂടുതൽ വൈഡ് ആയിട്ടുള്ളൊരു സെൽഫിയാണ് ഇത്തവണ iQ15 നൽകിയിരിക്കുന്നത്. സത്യത്തിൽ എനിക്ക് സെൽഫി ക്യാമറ കുറച്ചുകൂടി ഒരു ടൈറ്റ് ഫ്രെയിം നൽകുന്നതാണ് ഇഷ്ടം. കാരണം കൂടുതൽ വൈഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് ഒക്കെ ഒരുമായി ഡിസ്റ്റോർട്ടഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ വരും. അതേസമയം കുറച്ച് ടൈറ്റ് ഫ്രെയിം ആണെങ്കിൽ സെൽഫി കാണാൻ കുറച്ചും കൂടി ഒരു ഭംഗിയായിട്ടാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത്. ആൻഡ്രോയിഡ് 16 ഔട്ട് ഓഫ് ദ ബോക്സ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. 16GB റാമും 512GB ഇന്റർണൽ സ്റ്റോറേജുമാണ് നമുക്ക് വന്നിരിക്കുന്ന ഈ ഒരു വേരിയന്റ്. ഇതിനകത്തെ റാം എന്ന് പറയുന്നത് LPDDR5X Ultra എന്ന റാം ടൈപ്പാണ്. നല്ല ഫാസ്റ്റ് ആയിട്ടുള്ള റാമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ സ്റ്റോറേജ് ടൈപ്പ് വന്നിട്ട് UFS 4.1 ഇതിനകത്ത് നൽകിയിരിക്കുന്നത്. ഫൺ ടച്ച് OS മാറി ഒറിജിൻ OS 6 വരുന്ന ആദ്യ iQ ഫോൺ എന്ന പ്രത്യേകതയും ഇത്തവണ iQ15 അവകാശപ്പെട്ടതാണ്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഈ ഒരു ഒറിജിൻ OS കഴിഞ്ഞ ഫൺ ടച്ച് OSൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഒരു വിഷ്വൽ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലെന്ന് വേണം പറയാൻ. അതായത് മുൻകാലങ്ങളിൽ ഫൺ ടച്ച് OS ഉള്ള iQ Vivo ഫോൺ ഉപയോഗിച്ച ഒരാൾ ഈ ഒറിജിൻ OSലേക്ക് മാറുമ്പോൾ മാറിയിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടില്ലെങ്കിൽ പെട്ടെന്ന് മാറി എന്നുള്ളൊരു വിവരം അറിയാൻ സാധ്യത കുറവാണ്. കാര്യം വലിയൊരു വിഷ്വൽ ചേഞ്ച് ഒന്നും വരുന്നില്ല. എന്നാൽ അവിടെ ഇവിടെ ചില ഒറിജിൻ OSൽ ചില വ്യത്യാസങ്ങൾ, ചില പുതിയ ഫീച്ചറുകളൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഗെയിമിംഗ് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നതിന് വേണ്ടി ഇത്തവണ ഒരു സ്പെഷ്യൽ ഡെഡിക്കേറ്റഡ് ചിപ്പായിട്ടുള്ള Q3 എന്ന ചിപ്പും ഈ ഒരു ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. ഈ ഒരു 60,000 പ്രൈസ് റേഞ്ച് വരുന്ന ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് പോലും കുറച്ച് ബ്ലോട്ട് വേസുകളൊക്കെ ഉണ്ട് എന്നുള്ളത് സത്യമാണ്. ഉദാഹരണത്തിന് ഇവിടെ സ്നാപ്ചാറ്റ്, ലിങ്ക്ഡിൻ, ഇൻസ്റ്റഗ്രാം, ഫോൺ പേ, സോണി ലീവ് തുടങ്ങി കുറച്ച് ബ്ലോട്ട് വേസുകൾ ഈ ഒരു ഫോണിനകത്ത് ഇപ്പോഴും ഉണ്ട്. 5 മേജർ ആൻഡ്രോയിഡ് അപ്ഡേറ്റുകളും 7 വർഷത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റുമാണ് ഇത്തവണത്തെ ഈ ഒരു ഫോണിന്റെ മറ്റൊരു പ്രത്യേകത. ക്യാമറ മൊഡ്യൂളിന് ചുറ്റും ഇത്തവണയും ഒരു ഡൈനാമിക് ലൈറ്റ് എഫക്റ്റ് iQ നൽകിയിട്ടുണ്ട്. ആ ഒരു ലൈറ്റ് എഫക്റ്റ് ഇത്തവണ ഈ ഒരു ക്യാമറ മൊഡ്യൂളിന്റെ കുറച്ചുകൂടി അങ്ങ് ഉള്ളിൽ നിന്ന്, അകത്ത് നിന്ന്, അടിയിൽ നിന്ന് വരുന്ന ഒരു രീതിയിലാണ് ഇത്തവണ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയും കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി iQ13 ലൈറ്റ് എഫക്റ്റിനേക്കാളും കുറച്ചുകൂടി കാണാനൊരു ഭംഗി ഈ ഒരു ഫോണിനകത്തുണ്ട്. അൾട്രാസോണിക് ഫിംഗർ പ്രിന്റ്, USB ജനറേഷൻ 3.2 ഡേറ്റ ട്രാൻസ്ഫർ, NFC, eSIM സപ്പോർട്ട്, ബ്ലൂടൂത്ത് വെർഷൻ 6, Wi-Fi 7, IR ബ്ലാസ്റ്റർ, സ്റ്റീരിയോ സ്പീക്കർ തുടങ്ങിയ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നിരവധി ഫീച്ചറുകളും iQ15 നൽകിയിട്ടുണ്ട്. ഫോണിന്റെ ഫിംഗർ പ്രിന്റ് നോക്കിയേ, തൊട്ടാ പറക്കുന്ന രീതിയിലാണ്. മാത്രമല്ല അതിൻ്റെ ആ ഒരു പൊസിഷനിങ് കണ്ടില്ലേ, നല്ല പ്രോപ്പർ പൊസിഷനിങ് ആണ്. വിരലൊക്കെ നമുക്ക് ആ വെച്ച് അൺലോക്ക് ചെയ്യാനായിട്ട് വളരെ നല്ലൊരു പൊസിഷനിങ്ങിലാണ് ആ ഒരു ഫിംഗർ പ്രിന്റ് കൊടുത്തിരിക്കുന്നത്. ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞാൽ IP68 ആൻഡ് IP69 ഡസ്റ്റ് വാട്ടർ റെസിസ്റ്റൻസ് സർട്ടിഫിക്കേഷനും ഈ ഒരു സ്മാർട്ട് ഫോണിനകത്ത് നൽകിയിട്ടുണ്ട്. അപ്പോൾ IP69 ഉള്ളതുകൊണ്ട് തന്നെ ഹൈ പ്രഷർ വാട്ടർ പോലും ഇതിൽ തട്ടിക്കഴിഞ്ഞാൽ ഫോണിന് കുഴപ്പമൊന്നും വരില്ലെന്നാണ് iQ ക്ലെയിം ചെയ്യുന്നത്. ഡിസൈൻ കണ്ടു കഴിഞ്ഞാൽ iQ13 സമാനമായിട്ടുള്ള ഒരു ഡിസൈൻ തന്നെയാണ് iQ15 നൽകിയിരിക്കുന്നത്. എന്നാൽ അവിടെ ചില വ്യത്യാസങ്ങൾ iQ15 വരുത്തിയിട്ടുണ്ട്. ഈ കാണുന്ന ഒരു റേസിംഗ് സ്ട്രിപ്പില്ലേ, ഇത് iQ13 കൊടുത്തിരുന്നതിൽ നിന്നൊരു വ്യത്യസ്തമാർന്ന ഒരു ഡിസൈനാണ് ഇത്തവണ ഈ ഒരു 15 കൊടുത്തിരിക്കുന്നത്. മാത്രമല്ല ഫോൺ ഒരു ബോക്സി ഡിസൈനിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യത്തെ iQ13 ഈ ബാക്ക് സൈഡിന്റെ ഈ എഡ്ജസ് ഉണ്ടല്ലോ, അത് കർവ്ഡ് ആയിരുന്നു. അതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് നമുക്ക് ഫോൺ കയ്യിൽ പിടിക്കാൻ ഒരു സുഖമുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ ഈ ഫോൺ കുറച്ചുകൂടെ ബോക്സിയാണ്, ഷാർപ്പ് എഡ്ജസ് ആണ് ഈ ബാക്കൊക്കെ. അതുകൊണ്ട് തന്നെ കൈ പിടിക്കാൻ ഒരു ബോക്സി ഫീലാണ്. എല്ലാവരും എനിക്ക് തോന്നുന്നു ഐഫോണിന്റെ ഒരു ഡിസൈൻ കോപ്പി അടിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ വന്ന OnePlusന്റെ പുതിയ ഫോൺ, വിവോയുടെ പുതിയ ഫോൺ, ഒപ്പോയുടെ പുതിയ ഫോൺ, റിയൽമിയുടെ പുതിയ ഫോൺ, ഇപ്പോൾ ഇത് iQന്റെ പുതിയ ഫോൺ, ഇതെല്ലാം ബോക്സി ഡിസൈനിലേക്ക് മാറിയിരിക്കുകയാണ്. എല്ലാം ഒരൊറ്റ കൊട്ടയിൽ നിന്ന് വരുന്നതാണെന്നും ഓർക്കേണ്ടതാണ്. മികച്ച ഡിസ്പ്ലേ, മികച്ച പെർഫോമൻസ്, മികച്ച ബാറ്ററി ലൈഫ്, തരക്കേടില്ലാത്ത ക്യാമറ തുടങ്ങിയവ ഈ ഒരു സ്മാർട്ട് ഫോണിന്റെ ഗുണങ്ങളാകുമ്പോൾ ഫോണിലെ ഗ്ലാസ് ഭാഗങ്ങൾക്ക് പ്രത്യേകിച്ചൊരു ഡിസ്പ്ലേ പ്രൊട്ടക്ഷൻ ടൈപ്പ് പറഞ്ഞു കേൾക്കാത്തതും ഫോൺ അല്പം ബൾക്കി ആണെന്നുള്ളതും ഈ പ്രൈസ് റേഞ്ചിൽ പോലും ബ്ലോട്ട് വേസുകൾ ഉണ്ട് എന്നുള്ളതും ഈ ഒരു ഫോണിന്റെ ദോഷങ്ങളായിട്ട് വേണമെങ്കിൽ പറയാം. iQ13 54,999 രൂപയ്ക്കാണ് ലോഞ്ച് ചെയ്തത്. എന്ത് തന്നെയായാലും മികച്ച ചില അപ്ഗ്രേഡുകൾ വന്നതുകൊണ്ട് തന്നെയും iQ15 എന്ന സ്മാർട്ട് ഫോണിന്റെ വില ഒരുപക്ഷെ 54,999 രൂപയോ അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്ക് ആകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. എനിക്ക് തോന്നുന്നു iQ15 വില ഒരു 59,999 രൂപ
60,000 രൂപയിൽ കൊണ്ട് നിർത്താനുള്ള സാധ്യതയുണ്ട്. ഒരുപക്ഷെ വില അതിലും കൂടാനും സാധ്യതയുണ്ട്. എന്ത് തന്നെ ആയാലും ഇതിന്റെ യഥാർത്ഥ വില അറിയുന്നതിന് വേണ്ടി ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്യാം. ഇതുപോലുള്ള മികച്ച വീഡിയോകൾ ഇനിയും നിങ്ങളിലേക്ക് എത്താനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യാം.